നഴ്സുമാരുടെ സമരവും LPG സിലിണ്ടേഴ്സിൻ്റെ ക്ഷാമത്തിനെതിരെയുള്ള സമരവും എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ദേണ്ടാ പുതിയൊരു സമരം. ഇതെന്താണെന്ന് അന്തപ്പെട്ട് നോക്കുമ്പോഴാണ് സംഗതി മനസ്സിലായത്. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ബിൽ 2026 അത് നമ്മുടെ കേന്ദ്രം ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കുറച്ച് അവകാശങ്ങളിൽ ഇനി ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ടായിരിക്കും. 2014 ട്രാൻസ്ജെൻഡേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നാൽസ ജഡ്ജ്മെൻറ്റ് നടന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് സെൽഫായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഞാനൊരു ട്രാൻസ് വ്യക്തിയാണ് എന്നുള്ളത് അവർക്ക് സെൽഫായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം 2019 ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് വന്നു. അതായത് അവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നതാണത്. അപ്പോൾ അതിൽ സെക്ഷൻ 4(2) അതാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. 2026 ആ സെക്ഷനിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി ഒരാൾക്കും സ്വയം ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കില്ല. 2026 ആയപ്പോൾ 2019 ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ടിലെ സെക്ഷൻ 4(2) അവരങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. കാരണം അത് ആവശ്യമില്ല എന്ന് അവർക്ക് തന്നെ തോന്നി. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനും സെൽഫ് ഡിക്ലറേഷൻ സാധിക്കില്ല. അതായത് നമ്മൾ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഇനി ചെന്നാൽ ട്രാൻസ്ജെൻഡറായിട്ട് അംഗീകരിക്കില്ല എന്നർത്ഥം. അതിന് വ്യക്തമായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രാൻസ്ജെൻഡർ ആണെന്ന് സ്വയം തിരിച്ചറിഞ്ഞൊരു വ്യക്തി അവർ നേരെ മെഡിക്കൽ പ്രൊസീജിയേഴ്സിനാണ് അടുത്തതായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് ഒരു മെഡിക്കൽ ബോർഡ് അവരെ റെക്കമെൻഡ് ചെയ്ത് അതിനുശേഷം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് അവർ ഒരു ട്രാൻസ്ജെൻഡർ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആൾ. അതായത് ഉത്തമ ഇനി മുതൽ സാരിയും ചുറ്റി പൊട്ടും തൊട്ട് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് വന്നാൽ ആരും അംഗീകരിക്കില്ല എന്നർത്ഥം. ഈ ബില്ലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ആംഗിളിൽ നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും തന്നെയാണ്. ട്രാൻസ്ജെൻഡർ എന്ന ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യത്തിൽ ഈ ബില്ല് ബാധിക്കുന്നത് അവരെയാണ്. കാരണം ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവരുടെ മിസ്റ്റേക്സിൻ്റെ ആ ഒരു ചീത്തപ്പേര് കൂടെ വരുന്നത് ഒരു പക്ഷേ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ഇങ്ങനെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാനാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ബില്ല് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത് ശരിക്കുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ അതിന് പ്രൂഫ് വേണം. ഇനി ഒരു വികലാംഗ പെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും നമ്മൾ വികലാംഗനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെയാണ് ഇതും.